പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കരുത്. പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത്. ഒരു ഓണത്തിന് വേണ്ടി ആ അയൽ വീട്ടുകാർ അശോകൻ്റെ വീട് അല്ലെങ്കിൽ മറ്റു ഒരു ചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവർ നമുക്ക് കൊടുത്തയച്ചു. എന്താ സ്വീകരിക്കണ്ടേ, കഴിക്കണ്ടേ? ചോറ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയച്ചു, അവരും കഴിക്കും. എൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ കൊടുത്തയക്കലില്ലേ? എൻ്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒന്നിരിക്കും പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തയക്കും. പെരുന്നാളാകുമ്പോൾ വാപ്പനെ അവരങ്ങോട്ട് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും. നോമ്പുറക്കലിന് ഒരു നോമ്പുറക്കൽ, ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പുറക്കൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. മുഹറം പത്തില്ല. ഇപ്പം നിങ്ങൾ മുഹറം പത്തിന് എൻ്റെ പേരിൽ വന്നിരുന്നു. അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നമ്മളെ അയൽവാസികളാണ്, നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ. എന്താ ഈ പറഞ്ഞ കൂട്ടുന്നതൊക്കെ? എന്താണ് വിചാരിച്ച്? മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല. ഗൗരവമായി മനസ്സിലാക്കണം. അതിലൊക്കെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരരുത്. ആ പുതിയ രീതികൾ ആപത്തിലേക്കാണ്. പഴയതൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഇതൊന്നും യാതൊരു പ്രശ്നമല്ല, ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കും, അങ്ങോട്ടും സഹകരിക്കും, ഇങ്ങോട്ടും സഹകരിക്കും. മാലിടാൻ വേണ്ടി പോകാൻ പുറപ്പെട്ടപ്പോൾ ചന്ദ്രൻ പറഞ്ഞു കറുത്ത തുണി വാങ്ങണം, പൈസ ഇല്ല. അപ്പോൾ ആദ്യം പൈസ കൊടുത്തു. എന്തിന് പറടോ? ശബരിമലക്ക് പോകുന്ന മാലിടുന്ന ചന്ദ്രന് കറുത്ത തുണി വാങ്ങാൻ പൈസ ഇല്ല. അപ്പോൾ ആദ്യം പൈസ കൊടുത്തു. എന്തിന്? ഇതിവിടെ കഴിഞ്ഞിട്ടില്ലേ? എൻ്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മൂല്യന്മാർ കൊടുത്തിട്ടില്ലേ, കാളിയന്മാർ കൊടുത്തിട്ടില്ലേ? ഇവരൊക്കെ തള്ളിക്കളയാണോ? ന്യായങ്ങളുടെ ഓട്ടകൾ തുളക്കരുത്. അങ്ങനെ പോയാൽ മതി. കളിയാവട്ടമുക്ക് അമ്പലമാണ് കേരളത്തിലെ പ്രഗത്ഭമായ മലബാറിലെ വലിയ ക്ഷേത്രം. ഉത്സവം നടക്കൽ ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കും ആരും? മമത തങ്ങൾ പാപ്പ. പള്ളി ഉദ്ഘാടനത്തിന്റെ ഡേറ്റ്, മാസോറപ്പിക്കലും പെരുന്നാളും നോൽമ്പൊക്കെ നിശ്ചയിക്കും ആര്? മമ്പറ തങ്ങൾ പാപ്പ. നമ്മളിവിടെ അംഗീകരിക്കണവരല്ലേ? കാസിം ഉസ്താദിൻ്റെ ഈ വാക്കുകൾ എത്ര സത്യസന്ധമാണല്ലേ. ഇന്ന് നമ്മുടെ ചില കൂട്ടരുണ്ട്, പണ്ഡിതന്മാരും ഓൺലൈൻ മുഫ്തികളാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ അവരങ്ങോട്ട് പ്രസംഗിച്ചുകൾ വിടുകയാണ്. പ്രസംഗിക്കുന്ന ഓണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ഓണസദ്യ കഴിച്ചാലോ അല്ലെങ്കിൽ വല്ല ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നാലോ പിന്നെ ഓനെ പിടിച്ച് ഹറാമാക്കി, ഓനെ മതത്തിൽ നിന്ന് പുറത്താക്കി. ഇതൊരു ബഹുസ്വര സമൂഹമാണ്, ഇതിലൊരുപാട് മതങ്ങളുള്ളൊരു നാടാണ്. ആ നാട്ടിൽ നമ്മൾ ഈ ആഘോഷങ്ങളിലൊക്കെ പരസ്പര സ്നേഹം കൈമാറുമ്പോൾ കാസിം ഉസ്താദിൻ്റെ ലൈഫാണ് പറയുന്നത്. ഇതാണ് ശരിക്കുള്ള ഇസ്ലാമിൻ്റെ സന്ദേശം. എത്ര സുന്ദരമായിട്ടാണ് കാസിം ഉസ്താദ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ കയ്യടി കിട്ടൂല. കയ്യടി കിട്ടണമെങ്കിൽ നിങ്ങളിങ്ങനെ അടച്ചിട്ട് ഞങ്ങൾ ഓണത്തിന് നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ ഹറാമാണ് ഇങ്ങനെ നീട്ടി വയത് പറഞ്ഞാൽ നല്ല കയ്യടി കിട്ടും. ഒരുപാട് ഇതാണ് ഇസ്ലാം. എവിടുന്നാണ് ഇങ്ങനെയും പരുക്കനുള്ള മറ്റുള്ളവരെ മനസ്സിലാക്കാത്തൊരു ഇസ്ലാം? എവിടുന്നാണ് ഈ ഓൺലൈനൊക്കെ വന്നതിന് ശേഷമാണ് വന്നു തുടങ്ങിയത്. ഈ സോഷ്യൽ മീഡിയ വന്നതിനൊക്കെ കയ്യടി കിട്ടുന്ന അത്രയും കുടുസായ ചിന്താഗതിയുള്ള ആളുകളുണ്ട്. ഇവിടെയാണ് കാസിം ഉസ്താദിൻ്റെ പ്രസക്തി.